One destination, endless wow moments. Epic cable car റൈഡും വേൾഡ് ഫേമസ് ഗോൾഡൻ ബ്രിഡ്ജും ഡ്രീമി കാസിൽ വൈബ്സ് പിന്നെ ക്ലൗഡ്സിനെ തൊട്ട് നിൽക്കുന്ന വ്യൂസ് ഇതൊക്കെയാണ് സൺ വേൾഡ് സിറ്റി. ഇന്നത്തെ വീഡിയോയിൽ വിയറ്റ്നാമിലെ ബാന ഹിൽസിൻ്റെ വിശേഷങ്ങൾ കാണാം. ഈ കാണുന്നതാണ് സൺവേൾഡ് ബാന ഹിൽസിൻ്റെ എൻട്രി പോയിന്റ്. ഡനാങ് എയർപോർട്ടിൽ നിന്നും അപ്രോക്സിമേറ്റ്ലി ഒരു 23 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് ബാന ഹിൽസിലേക്ക്. നമ്മളൊരു സൺവേൾഡ് സിറ്റി 1 ഡേ പാക്കേജ് എടുത്തിരുന്നു. ഈ പാക്കേജിൽ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റി അവൈലബിൾ ആയിരുന്നു. നമ്മൾ ഹാനോയിൽ നിന്നാണ് ഡനാങ്ങിലേക്ക് വരുന്നത്. സോ നമ്മുടെ കയ്യിൽ ലഗേജസ് ഉണ്ടായിരുന്നു. ഇവിടെ ലോക്കർ ഫെസിലിറ്റി അവൈലബിൾ ആണ്. സോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ്സ് ഒക്കെ ലഗേജ് റൂമിൽ വെച്ചിട്ടാണ് നമ്മൾ മേലേക്ക് പോകുന്നത്. വിയറ്റ്നാമിൻ്റെ സെൻട്രൽ പാർട്ടിലായി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ കോസ്റ്റൽ സിറ്റിയാണ് ഡനാങ്. ഡനാങ് വിസിറ്റ് ചെയ്യുന്നവരുടെ ഒരു ടോപ്പ് മോസ്റ്റ് വിസിറ്റ് ലിസ്റ്റിൽ വരുന്ന ഒരു അട്രാക്ഷനാണ് ഈ ബാന ഹിൽസ്. ബാന ഹിൽസിൻ്റെ മൗണ്ടൻ ടോപ്പിലെത്താൻ ടൂറിസ്റ്റുകൾക്കുള്ള മെയിൻ ആക്സസ് ആണ് കേബിൾ കാർ. ബേസ് സ്റ്റേഷൻ വരെ റോഡ് ട്രിപ്പ് ഉണ്ടെങ്കിലും അതിനുശേഷം മൗണ്ടൻ്റെ മുകളിലെ അട്രാക്ഷൻസിൽ എത്താനായിട്ട് കേബിൾ കാർ മസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ കേബിൾ കാർ റൈഡ് ബാന ഹിൽസ് എക്സ്പീരിയൻസിൻ്റെ ഒരു മേജർ പാർട്ടാണ്. ടൂറിസ്റ്റുകൾക്ക് ഡെയിലി മൗണ്ടൻ ടോപ്പിൽ എത്താനും തിരിച്ചു പോകാനും ഈ കേബിൾ കാർ തന്നെയാണ് മെയിൻ ആക്സസ്. ക്യാബിൻസ് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് വെയിറ്റിംഗ് ടൈം ജനറലി സ്മൂത്താണ്. ഒരു ക്യാബിൻ പോയാൽ അടുത്തത് റെഡി ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു നോൺ സ്റ്റോപ്പ് ഓപ്പറേഷനാണിത്. നമ്മൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു ഈ കേബിൾ കാറിൽ കയറുന്നതിന്. ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഈ കേബിൾ കാർ സിസ്റ്റം ബാന ഹിൽസിൻ്റെ ഒരു മേജർ അട്രാക്ഷൻസിൽ ഒന്നാണ്. ഇത് വേൾഡ്സ് ലോങ്ങസ്റ്റ് നോൺ സ്റ്റോപ്പ് സിംഗിൾ ട്രാക്ക് കേബിൾ കാർ സിസ്റ്റംസിൽ ഒന്നാണ്. അറൌണ്ട് 5.8 കിലോമീറ്റർ ലെങ്ത് ആണ് ഇത് കവർ ചെയ്യുന്നത്. ജനറലി ബാന ഹിൽസ് ആൻഡ് കേബിൾ കാർ ഓപ്പറേഷൻസ് മോർണിംഗ് 8 AM മുതൽ 10 PM വരെയാണ്. പക്ഷേ സ്പെസിഫിക് കേബിൾ കാറിൻ്റെ റൂട്ട് ടൈമിങ്സിൽ ചെറിയ വേരിയേഷൻസ് വരാം ഡിപ്പെൻഡിങ് ഓൺ സീസൺ ആൻഡ് മെയിൻ്റനൻസ്. ബേസ് സ്റ്റേഷനിൽ നിന്നും മൗണ്ടൻ ടോപ്പ് വരെ അറൌണ്ട് 1360 മീറ്റർ എലിവേഷൻ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ടോപ്പിലെത്തുമ്പോൾ വെതർ ടോട്ടലി ഡിഫറെൻറ്റ് ഫീൽ ചെയ്യും. മോർ കൂൾ ആൻഡ് മിസ്റ്റി ക്ലൈമറ്റ് ആയിരിക്കും നമ്മൾ മേലെ എത്തുമ്പോൾ. അങ്ങനെ അറൗണ്ട് ഒരു 20 to 30 മിനിറ്റ്സിൽ നമ്മൾ ബാന ഹിൽസിൻ്റെ ടോപ്പിൽ എത്താനായിട്ട് പോവാണ്. നമ്മളങ്ങനെ മേലെയുള്ള കേബിൾ കാർ സ്റ്റേഷനിലെത്തി. കേബിൾ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഇത് ലൂണർ കാസലിൻ്റെ ഭാഗമായ എക്ലിപ്സ് പ്ലാസയിലേക്കാണ്. ഇവിടെ ഇതുപോലെ കുറേ കേബിൾ കാർ സ്റ്റേഷൻസ് ഉണ്ട്. ഒന്ന് ഈ ലൂണർ കാസലിലേക്ക്, പിന്നെ ഒന്ന് ഗോൾഡൻ ബ്രിഡ്ജിലേക്ക്, പിന്നെ ഒന്ന് നമ്മുടെ ഫ്രഞ്ച് വില്ലേജിലേക്ക്. അങ്ങനെ ഈ ലൂണാർ കാസൽ ആക്ച്വലി ബാന ഹിൽസിൻ്റെ ന്യൂവസ്റ്റ് അട്രാക്ഷൻസിൽ ഒന്നാണ്. ഇതൊരു ഏൻഷ്യൻ കാസലൊന്നുമല്ല. ടൂറിസ്റ്റ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒരു മെഡീവൽ യൂറോപ്യൻ കാസൽ സ്റ്റൈലിൽ ഡിസൈൻ ചെയ്ത ഒരു ഹ്യൂജ് തീം ബിൽഡിംഗ് ആണിത്. ഇത് ബാന ഹിൽസ് ഡെവലപ്പ് ചെയ്ത സൺവേൾഡ് ടീം തന്നെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ലൂണാർ കാസിൽ ബാന ഹിൽസിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രക്ചേഴ്സിൽ ഒന്നാണ്. ഇതിൻ്റെ ഉള്ളിലെ എൻ്റർടൈൻമെൻറ്റ് ഏരിയാസ്, തീംഡ് സ്പേസസ്, ഷോസ്, ഇവൻറ്റ്സ് ഒക്കെ നടക്കാറുണ്ട്. ഈ കാസലിന് ചുറ്റും നടക്കുമ്പോൾ എല്ലാ ആംഗിൾസിൽ നിന്ന് നോക്കിയാലും നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ തോന്നും. ഈ ലൂണാർ കാസിൽ ഒരു മൂൺ കിങ്ഡം കോൺസെപ്റ്റ് ഡിസൈൻ ബേസിൽ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ഫുൾ മിസ്റ്റീരിയസ് ഫാൻറ്റസി വൈബാണ് ഇവിടെയൊക്കെ. ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹാരി പോട്ടർ മൂവിയിലേക്ക് പോലെ തോന്നുന്നില്ലേ? ഡനാങ് സൺവേൾഡ് സിറ്റിയിലേക്ക് നമ്മളൊരു 1 ഡേ പാക്കേജ് നേരത്തെ തന്നെ ബുക്ക് ചെയ്തിരുന്നു. ക്ലോക്ക് ആപ്പ് വഴിയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അപ്രോക്സിമേറ്റ്ലി 3600 പെർ ഹെഡ് ആയിരുന്നു ടിക്കറ്റ് കോസ്റ്റ്. ജസ്റ്റ് ഇവിടെയുള്ള എൻട്രി ടിക്കറ്റ്സും പിന്നെ പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റിയുമായിരുന്നു ആ പാക്കേജിൽ ഉണ്ടായിരുന്നത്. ശരിക്കും നമുക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ഗൈഡ് വേണമെന്നുണ്ടെങ്കിൽ ഗൈഡ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പാക്കേജ് എടുക്കേണ്ടി വരും.
ഈ ലൂണാർ കാസിൽ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അവിടെ ഒരു യുണീക്ക് ഗ്ലാസ് പിരമിഡ് പോലെ തോന്നുന്ന ഒരു സ്ട്രക്ചർ കാണാൻ പറ്റി. ഫസ്റ്റ് കണ്ടപ്പോൾ ഇത് എന്താണെന്നൊരു ക്യൂരിയോസിറ്റി ഉണ്ടായി. ആക്ച്വലി ഇത് എക്ലി പ്ലാസ ഏരിയയിലെ ഒരു ഐക്കോണിക് സ്ട്രക്ചറാണ്. സൺ കിങ്ഡമും മൂൺ കിങ്ഡവും, അതായത് സൺ കിങ്ഡം ഫ്രഞ്ച് വില്ലേജ് സൈഡും മൂൺ കിങ്ഡം ലൂണാർ കാസിലും കണക്ട് ചെയ്യുന്ന സെൻട്രൽ പ്ലാസയിലാണ് ഈ ഒരു കോൺ സ്ട്രക്ചർ ഗ്ലാസ് പിരമിഡ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ഈ കാസിൽസ് ഒക്കെ കംപ്ലീറ്റ്ലി എക്സ്പ്ലോർ ചെയ്ത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനായ ഗോൾഡൻ ബ്രിഡ്ജിലേക്ക് പോകുകയാണ്. ഹോണസ്റ്റ്ലി പറഞ്ഞാൽ ഈ ബാന ഹിൽസ് ട്രിപ്പിൽ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്ത മൊമെൻറ്റ് എന്താണെന്ന് ചോദിച്ചാൽ അത് ഡെഫിനറ്റ്ലി ഗോൾഡൻ ബ്രിഡ്ജ് തന്നെയാണ്. വിയറ്റ്നാം ട്രിപ്പ് പ്ലാൻ ചെയ്ത ടൈം മുതൽ തന്നെ നമ്മുടെ മൈൻഡിൽ ഫസ്റ്റ് വന്നൊരു അട്രാക്ഷൻ ആയിരുന്നു ഈ ഒരു ഗോൾഡൻ ബ്രിഡ്ജ്. ഇൻസ്റ്റഗ്രാമിലും ട്രാവൽ വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുള്ള ആ ജെയിൻറ്റ് ഹാൻഡ് ബ്രിഡ്ജ് ലൈവായി കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ. അങ്ങനെ നമ്മളൊരു 2-3 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഗോൾഡൻ ബ്രിഡ്ജിലേക്കുള്ള കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തി. ഈ ഗോൾഡൻ ബ്രിഡ്ജ് 2018 ഓപ്പൺ ചെയ്ത ഒരു വേൾഡ് ഫേമസ് അട്രാക്ഷനാണ്. ഷോർട്ട് ടൈമിൽ തന്നെ ഇത് വിയറ്റ്നാമിൻ്റെ ഐക്കോണിക് ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 150 മീറ്റർ ലെങ്ത് ഉള്ള ഈ ബ്രിഡ്ജ് മൗണ്ടൻ ടോപ്പിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും സ്പെഷ്യൽ പാർട്ട് ബ്രിഡ്ജിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഈ ജെയിൻറ്റ് സ്റ്റോൺ ഹാൻഡ്സ് ആണ്. ഈ ഗോൾഡൻ ബ്രിഡ്ജ് മെയിൻലി ഒരു വാക്കിംഗ് ബ്രിഡ്ജാണ്. റിലാക്സ് ആയി നടന്ന് വ്യൂ എൻജോയ് ചെയ്യാനും ഫോട്ടോസ് എടുക്കാനുമാണ് മെയിൻ പർപ്പസ്. ഗോൾഡൻ ബ്രിഡ്ജ് കഴിഞ്ഞ് അടുത്ത ഡെസ്റ്റിനേഷനായ ഫ്രഞ്ച് വില്ലേജിലേക്ക് പോകാനായിട്ട് നമ്മൾ വീണ്ടും നെക്സ്റ്റ് കേബിൾ കാർ സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടുന്ന് നമ്മളൊരു ചെറിയ മൗണ്ടെയിൻ ട്രെയിൻ പോലെ തോന്നുന്ന ലാവ ട്രെയിനിലാണ് ഈ ഫ്രഞ്ച് വില്ലേജ് കേബിൾ സ്റ്റേഷനിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ ലാവ ട്രെയിൻ ഇറങ്ങി ഫ്രഞ്ച് വില്ലേജ് സൈഡിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കുറച്ച് അധികം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ഫ്രഞ്ച് വില്ലേജിലേക്ക് എത്തി. ഇതായി കാണുന്നതാണ് ഫ്രഞ്ച് വില്ലേജ്. ഈ ഫാൻറ്റസി പാർക്ക് ഒരു ഇൻഡോർ എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. ഇവിടെ റേസിംഗ് ഗെയിംസ്, സ്റ്റിമുലേറ്റർ റൈഡ്സ്, 4D 5D തിയേറ്റർ എക്സ്പീരിയൻസ്, കിഡ്സ് ആക്ടിവിറ്റീസ്, അങ്ങനെ കുറേ ഫൺ തിങ്സ് ഉണ്ട്. പിന്നെ ആൽഫൈൻ റോളർ കോസ്റ്റർ പോലുള്ള അഡ്വഞ്ചറസ് റൈഡ്സും ഇവിടെയുണ്ട്. ഇതിന് ടിക്കറ്റ് എക്സ്ട്രാ ചാർജ് വരും. ഫ്രഞ്ച് കൊളോണിയൽ ഹിസ്റ്ററിയിൽ നിന്നും ഇൻസ്പിറേഷൻ എടുത്തിട്ടാണ് ഈ ഒരു പ്ലേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഫ്രഞ്ച് പീപ്പിൾ കൊളോണിയൽ പീരീഡിൽ ഈ ബാന ഹിൽസ് മൗണ്ടെയിൻ ഏരിയയിൽ റിസോർട്ട് പ്ലേസ് ആയിട്ട് യൂസ് ചെയ്തിരുന്നു. ബിക്കോസ് ഇവിടുത്തെ ഈ ഒരു കൂൾ ക്ലൈമറ്റ് കാരണം. ഇവിടെ ഒരു ചർച്ച് സ്റ്റൈൽ ബിൽഡിംഗ് കാണാം. 2015 ഫ്രഞ്ച് വില്ലേജ് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെയാണ് ഈ ചർച്ചും പബ്ലിക്കിന് ഓപ്പൺ ചെയ്തിരുന്നത്. ഈ ചർച്ച് ഫ്രാൻസിലെ ഫേമസ് ബെസിലിക്ക ഓഫ് സെയിൻറ്റ് ഡെനീസിനെ ഇൻസ്പിറേഷൻ ആക്കി ഡിസൈൻ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്ലോത്തിക് യൂറോപ്യൻ ആർക്കിടെക്ചർ ഫുൾ കാണാൻ പറ്റും. ഇവിടെ കുറേ കഫേസും റെസ്റ്റോറൻറ്റ്സും ഒക്കെ അവൈലബിൾ ആണ്. പ്രൈസ് കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ലൈവ് സ്ട്രീറ്റ് പെർഫോമൻസസും കോസ്റ്റ്യൂം ക്യാരക്ടേഴ്സും മ്യൂസിക് ഷോസും ഒക്കെ നടക്കാറുണ്ട്. നെക്സ്റ്റ് നമ്മൾ മൂവ് ചെയ്യുന്നത് ഗാർഡൻസും ബുദ്ധ സ്റ്റാച്യൂസും ഒക്കെയുള്ള ഒരു ടെമ്പിൾ ഏരിയയിലേക്കാണ്. ബാന ഹിൽസിൻ്റെ ഒരു സ്പിരിച്വൽ ലാൻഡ്മാർക്ക് ആയിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ബുദ്ധിസം ഇൻസ്പയർഡ് ആർക്കിടെക്ചറിൽ ബിൽഡ് ചെയ്ത ഒരു ബ്യൂട്ടിഫുൾ ടെമ്പിൾ കോംപ്ലക്സ് ആണ് ഇവിടെ. ഈ പഗോഡയും റീസെൻ്റ്ലി കൺസ്ട്രക്റ്റഡ് ആണ്. ബാന ഹിൽസ് ഡെവലപ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് ബിൽഡ് ചെയ്തത്. അവിടെ തന്നെയാണ് ഈ ബാന ഹിൽസിൻ്റെ സബ്മിറ്റ് മാർക്കറും ഉള്ളത്. ഒരു സ്പിരിച്വൽ ആൻഡ് പീസ്ഫുൾ എക്സ്പീരിയൻസ് ടൂറിസ്റ്റുകൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ ടെമ്പിൾ കോംപ്ലക്സിൻ്റെ ഏറ്റവും മേലെ എത്തി. ഇതാണ് ബാന ഹിൽസിൻ്റെ സബ്മിറ്റ് മാർക്കർ.
ഇത് ബാന ഹിൽസിൻ്റെ വൺ ഓഫ് ദ ഹയസ്റ്റ് ആക്സസിബിൾ പോയിൻ്റ് ആണ്. അതായത് 1487 മീറ്റർ എബവ് ദ സീ ലെവൽ. മൂവിങ് ഫോർവേഡ് ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ മെഡീവൽ ഫെയർ സെറ്റപ്പ് കാണാൻ പറ്റി. ഒരു ഫുൾ ഫ്ലീ മാർക്കറ്റ്. ആക്ച്വലി ഈ ബാന ഹിൽസിൽ സീസൺ അനുസരിച്ച് ഫ്ലവർ ഫെസ്റ്റിവൽസും തീംഡ് ഫെയർസും സ്പെഷ്യൽ ഡെക്കറേഷൻസും ഒക്കെ ഒക്കേഷണലി അറേഞ്ച് ചെയ്യാറുണ്ട്. ഒരു മീഡിയം തിരക്കായിരുന്നു ഈ ഫ്ലീ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ. അങ്ങനെ ഈ ഫ്ലീ മാർക്കറ്റിലൂടെ നടന്ന് നമ്മൾ ബീർ പ്ലാസയിലേക്ക് എത്തി. ഈ ബീർ പ്ലാസ ബാന ഹിൽസിൻ്റെ ഒരു ഹ്യൂജ് ഇൻഡോർ ഡൈനിങ് എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ്. എൻട്രൻസിൽ നിന്ന് നമുക്കൊരു ഫ്രീ ബീർ കൂപ്പൺ കിട്ടിയിരുന്നു. ആക്ച്വലി ഇത് ബാന ഹിൽസിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രൊമോഷനാണ്. പക്ഷേ എല്ലാ വിസിറ്റേഴ്സിനും ഇത് കിട്ടണമെന്നില്ല. നിങ്ങൾ എടുക്കുന്ന പാക്കേജ്, ടിക്കറ്റ് ടൈപ്പ്, കോംബോ ഓഫർ അല്ലെങ്കിൽ സീസണൽ പ്രൊമോഷനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മുടെ പാക്കേജിൽ ഈ ഫ്രീ കൂപ്പൺ ഇൻക്ലൂഡഡ് ആയിരുന്നു. നമ്മൾ ജസ്റ്റ് 1 ഡേ മാത്രമാണ് ഡനാങ്ങിൽ സ്പെൻഡ് ചെയ്യുന്നത്. ഇന്ന് നൈറ്റ് തന്നെ നമ്മൾ ഹോച്ചിമിൻ സിറ്റിയിലേക്ക് പോകും. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ബാന ഹിൽസ് ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കേബിൾ കാറിന് താഴേക്ക് ഇറങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ 1 ഡേ ഡനാങ് ട്രിപ്പ് ഓൾമോസ്റ്റ് എൻഡായി. എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മളൊരു ക്വിക്ക് സ്റ്റോപ്പ് കൂടെ എടുത്തിരുന്നു ഡനാങ്ങിലെ ഫേമസ് നൈറ്റ് മാർക്കറ്റായ സൺഡ്ര നൈറ്റ് മാർക്കറ്റിൽ. ആക്ച്വലി ഇത് നൈറ്റ് വൈബ് എൻജോയ് ചെയ്യാനും ലോക്കൽ ഫുഡ് ട്രൈ ചെയ്യാനും ഒക്കെ ഉള്ള നല്ലൊരു പ്ലേസാണ്. ഡ്രാഗൺ ബ്രിഡ്ജിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് ലൊക്കേഷൻ. സോ ഈവനിങ് ടൈം ഫുൾ ലൈവ്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഈ മാർക്കറ്റിൽ ഫുഡ് സ്റ്റാൾസ്, ലോക്കൽ സ്നാക്സ്, സീ ഫുഡ്, സോവനീർസ്, കീ ചെയിൻ, ബാഗ്, ക്ലോത്ത്സ്, ഗിഫ്റ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സൺഡ്ര മാർക്കറ്റിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് അഡ്വാൻറ്റേജ് ആണ് ഇവിടെ നിന്ന് നമുക്ക് ഫേമസ് ഡ്രാഗൺ ബ്രിഡ്ജ് കാണാൻ പറ്റും. ഡനാങ്ങിൻ്റെ ഒരു ഐക്കോണിക് ലാൻഡ്മാർക്ക് പോലെയാണിത്. ഡ്രാഗൺ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഡ്രാഗൺ ബ്രിഡ്ജ്. പിന്നെ വീക്കെൻഡ്സിൽ യൂഷ്വലി ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഒക്കെ നൈറ്റ് അറൗണ്ട് ഒരു 9 PM ഇവിടെ ഡ്രാഗൺ ബ്രിഡ്ജ് ഫയർ ഷോ നടക്കാറുണ്ട്. ഈ ഡ്രാഗൺ ആക്ച്വലി ഫയറും വാട്ടറും സ്പ്രേ ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വീക്ക് ഡേയിലായിരുന്നു വിസിറ്റ് ചെയ്തത്. സോ ഫയർ ഷോ ഒന്നും കാണാൻ പറ്റിയില്ല. അടുത്ത വീഡിയോയിൽ വിയറ്റ്നാമിലെ ഹോച്ചിമിൻ സിറ്റിയിലെ വിശേഷങ്ങൾ കാണാം. ബൈ ബൈ.